പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ ഈശോ എളിദാസനെ അനുവദിച്ചു. അതോർത്ത് കർത്താവായ യേശുക്രിസ്തു എന്ന രാജാവിന് സ്തുതിയും കൃതിയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഈസ്റ്ററിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ അല്പസമയം ചിന്തിക്കേണ്ടായി. ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, യുദ്ധത്തിൻ്റെ ഗതികൾ വളരെയേറെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലവിധ ക്ഷാമങ്ങളിലേക്ക് മനുഷ്യൻ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒറ്റ സെക്കൻഡുകൾ സംഭവിക്കുന്നത് 2027 27 കാലഘട്ടമാകുന്നതിന് മുമ്പുള്ള ഈ പശ്ചാത്തലം ഘട്ടം ഘട്ടമായി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ലോകത്തിൽ സംഭവിക്കുക. ഉദാഹരണത്തിന്, ഇപ്പോൾ ഗ്യാസ് നമുക്ക് അപ്രത്യക്ഷമായി കഴിഞ്ഞു, അതിൻ്റെ ലഭ്യത നമുക്കില്ല. നാളെ പെട്രോൾ ഡീസൽ ക്ഷാമാവസ്ഥയിൽ കിട്ടും. അതായത് 10 ലിറ്റർ പെട്രോൾ അടിക്കാൻ ചെല്ലുന്ന ആളുകൾക്ക് 5 ലിറ്ററോ 3 ലിറ്ററോ കിട്ടുന്ന അവസ്ഥ വരും. അത് കഴിഞ്ഞിട്ട് 3 ലിറ്റർ അടിക്കാൻ ചെല്ലുന്നവർക്ക് 1 ലിറ്റർ കിട്ടും. അങ്ങനെ അതിൻ്റെ അളവ് കുറഞ്ഞു വന്നൊരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമാവും. ഡീസലും അതുപോലെ തന്നെ. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഈ എണ്ണ ഉള്ള ഈ കാലഘട്ടത്തിലാണ് വാഹനങ്ങൾ ഓടുന്നത്. വാഹനങ്ങൾ ഓടുന്നത് കൊണ്ടാണ് എല്ലാ ഭക്ഷ്യ സാധനങ്ങളും എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് എത്തുന്നത്. പെട്രോൾ ഡീസലിന് ക്ഷാമം വന്നാൽ ഇതിൻ്റെ സംവിധാനങ്ങളിൽ മാറ്റം വരും. ആ മാറ്റം ഭക്ഷ്യ മാർക്കറ്റുകളെ ഇല്ലാതെയാക്കും. അങ്ങനെ വരുമ്പോൾ ഭക്ഷ്യക്ഷാമവും നമ്മുടെ മുമ്പിൽ വരും. ഭക്ഷ്യക്ഷാമം വന്നു കഴിയുമ്പോൾ നമ്മുടെ യാത്രകളിൽ മാറ്റം വരും. അപ്പോൾ നമ്മുടെ വിമാന ഗതാഗതങ്ങൾ, ട്രെയിൻ ഗതാഗതങ്ങൾ, ലോകത്തിലെ സംവിധാനങ്ങളെല്ലാം തകിടം മറിയും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിന്ന് ഒരു 27 വരുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവും. അതാണ് ഇതിൻ്റെ അടിസ്ഥാന സത്യം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കഴിയുന്ന നിങ്ങളുടെ ഭവനത്തിലേക്ക് ആകുക. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്, ബദറെ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തണമോ അതോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയോ? അവരോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു വരിക. ഈ ലോകത്തെ നിങ്ങൾ മറക്കുക എന്നുള്ളതാണ്. സമ്പത്ത്, ധനം, ജോലി, വിസ, അതിൻ്റെ ഏജൻറ്റുമാർ, ആ സംവിധാനങ്ങൾ, നമ്മുടെ സ്വന്തം ഭവനം, സ്വന്തം അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും വിട്ടിട്ട് വിദേശത്ത് പോയിട്ട് സമ്പാദിക്കുന്ന പണവും കാര്യങ്ങളും ഇനി നിലനിൽക്കുകയില്ല. അതിന് അടിസ്ഥാനമില്ല. അത് തീർന്നു. ആ പശ്ചാത്തലം തീർന്നു. കാലഘട്ടം യുഗത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇതെല്ലാം പൂർണ്ണമായും ശൂന്യമാക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം ക്രമീകരിക്കാൻ നാം ശ്രദ്ധാലുക്കളാവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. ആത്മാവും മനസ്സും നിഷ്കളങ്കതയിലും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഒരു മാലിന്യവും തൊടാത്ത അവസ്ഥയിലും, ശരീരം ബുദ്ധി സർപ്പത്തിൻ്റെ വിവേകമുണ്ട്. സർപ്പത്തിൻ്റെ വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? സർപ്പം ഞാൻ പലപ്പോഴും പറയാനുള്ളൂ. അപ്പോൾ സർപ്പത്തിന് 9 വിവേകം ഉണ്ടെന്നാണ് പറയുക. അത് പ്രാവിന് 9 വിവേകം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് അതിൻ്റെ സന്ദേശങ്ങൾ ഇതാണ്. അത് ക്ലാസ്സായിട്ട് വരും, ഒത്തിരി സമയം എടുക്കുന്നുണ്ട്, അത്രയും ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? സർപ്പത്തിൻ്റെ ഏറ്റവും വലിയ വേഗം, സർപ്പം പുറത്തിറങ്ങേണ്ട സമയത്ത്, അതായത് രാത്രിയിലേ അവൻ പുറത്തിറങ്ങും. പകൽ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ മനുഷ്യനെ കണ്ടാൽ ഓടി രക്ഷപ്പെടും. മറ്റൊന്ന്, അവനൊന്ന് ഭയന്ന് കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് നിന്നാൽ ഇങ്ങനെ തല തിരിച്ചിട്ട് അവന് എല്ലാ പ്രദേശവും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. വളരെ ശ്രദ്ധാലുവാണ്. ഒരു ചലനം, ഒരു മണത്തിലുണ്ടാകുന്ന, ആ ഏരിയയിലെ മണത്തിലുള്ള മനുഷ്യ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം പറഞ്ഞാൽ അവൻ തല താഴ്ത്തിയും ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും, അവൻ രക്ഷപ്പെട്ടിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും, സർപ്പത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ വിവേകവുമുണ്ട്, അതിൻ്റെ അവിവേകവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം നീങ്ങാൻ ഏറ്റവും ശക്തമായ കഴിവുള്ള ഒരു ഇഴജന്തു വർഗ്ഗമാണ് പാമ്പ്. അതുപോലെ ആനയെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. ആനയുള്ള പഴയ കാലങ്ങളിൽ കാട്ടിപ്പോയിട്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആന കിലോമീറ്റർ ദൂരെ എൻ്റെ തുമ്പിക്കൈനെ പിടിച്ചിട്ട് ഈ മനുഷ്യൻ്റെ സാന്നിധ്യത്തെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുമെന്ന് പറയുന്നത്. ഏത് ഭാഗത്തു നിന്നാണ് ആളുകൾ വരുന്നതെന്ന് അതിൻ്റെ മണം പിടിച്ച് തുമ്പിക്കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ ജ്വലിപ്പിക്കും. തുമ്പിക്കൈയുടെ അറ്റം ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മണത്തെ ആസ്വദിക്കുകയാണ്. അത് അറിയാണ് എവിടെ നിന്നാണ് ശത്രു വരുന്നത്. അവന് ചെവി നിശബ്ദമായിരിക്കും. ആ സമയത്ത് ചെവിയിട്ട് ആന ഇങ്ങനെ അടിക്കുകയില്ല. ആ ചെവി ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് എവിടെ നിന്നാണ് ശത്രു വരുന്നത് വളരെ ശ്രദ്ധാപൂർവം, അതിസൂക്ഷ്മം. ഒരു ഇല അനങ്ങിയാൽ ആന അറിഞ്ഞിരിക്കും അത്. അപ്പോൾ അവൻ്റെ സിഗ്നൽ, അവൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് അവൻ്റെ സിഗ്നൽ ആന കൊടുക്കും. ആ സിഗ്നൽ കേൾക്കുമ്പോൾ ആന വളരെ സ്പീഡിൽ മുന്നോട്ട് പോകും. എന്നതുപോലെ മനുഷ്യ, നിൻ്റെ ബുദ്ധി പ്രവർത്തിക്കട്ടെ. നീ ശാസ്ത്രീയമായിട്ട് അറിവുള്ളവനാവാം, നീ ആത്മീയമായിട്ട് വലിയ ജ്ഞാനമുള്ളവനാകാം, അല്ലെങ്കിൽ നീ
ഇന്നത്തെ സമ്പത്തിന് ഉടമസ്ഥനാവാം, ആരുമായിക്കൊള്ളട്ടെ. പക്ഷേ കാലത്തെ അറിയുമ്പോൾ നിൻ്റെ സമ്പത്തോ നിൻ്റെ ബുദ്ധിയോ നിൻ്റെ ജ്ഞാനമോ ഒന്നും നമുക്ക് ഒരാത്മീയ രക്ഷ തരികയോ സംതൃപ്തി തരികയോ രക്ഷിക്കപ്പെടുകയോ രക്ഷ പ്രദാനം ചെയ്യുകയില്ല. മറിച്ച് അവിടെ ഒരേ ഒരു കാര്യമേ നമുക്ക് രക്ഷ തരുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. തിരുവചനം, ഈ വചനം നമുക്ക് രക്ഷ തരും. ഈ സുവിശേഷം, ആ സുവിശേഷ ഗ്രന്ഥം നമുക്ക് രക്ഷ നൽകും. അതിനകത്ത് ഓരോ വചനങ്ങളിലും അന്തർലീനമായിരിക്കുന്ന ആത്മശക്തിയുണ്ട്, ആത്മജ്ഞാനമുണ്ട്, ഭൗതികതയുണ്ട്, ശാസ്ത്രീയതയുമുണ്ട് അതിനകത്ത്. അത് നമുക്ക് രക്ഷ തരും. അതുകൊണ്ട് നാം ഇപ്പോൾ കഴിയുന്നതും സ്വന്തം ഭവനങ്ങളിലേക്ക് വരിക. നമ്മുടെ വീടുകളിൽ ഒരു 10-20 കിലോ അരിയൊക്കെ മേടിച്ച് ശേഖരിച്ച് വയ്ക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഉപ്പ് ശേഖരിച്ച് വയ്ക്കുക. തീപ്പെട്ടി, നമ്മുടെ വീട്ടിൽ തീപ്പെട്ടി ഉണ്ടാവണം നമുക്ക് ഇനിയുള്ള കാലം. അതുപോലെ ടാർപോളിൻ പ്ലാസ്റ്റിക്കിനെ വലിച്ചു കെട്ടാം. അത്യാവശ്യം ഒരു ഭൂമികുലുക്കമുണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടായി, ആസ്പെറ്റോസ് കുറിച്ച് പറന്നുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വന്നു, അങ്ങനെ അപ്പോൾ നമുക്കൊരു ടാർപോളിൻ സംവിധാനം ഒരെണ്ണം മേടിച്ച് അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. പിന്നെ സമ്പത്തുള്ളവർ ഒരു വാട്ടർ ടാങ്ക് മേടിച്ച് മുറ്റത്ത് ശേഖരിച്ച് വെക്കുക, കുറച്ച് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള സംവിധാനങ്ങൾ സൂക്ഷിച്ച് വെക്കുക. വസ്ത്രങ്ങൾ, ഈ സമയത്ത് നമ്മൾ പ്രത്യേകം വസ്ത്രങ്ങൾ, നേറ്റിക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പതിവായിട്ട് ഉപയോഗിക്കുന്ന വള്ളിച്ചെരുപ്പുകൾ, വീട്ടിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ, അതൊക്കെ ആവശ്യം മേടിച്ച് വെക്കുക. ആവശ്യമുള്ള വസ്ത്രങ്ങൾ മേടിച്ച് വെക്കുക. ആ രീതിയിൽ ചിന്തിക്കുക. അങ്ങനെ ഒരു ഭൗതിക തല ഒരുക്കം നമ്മുടെ തലത്തിൽ നടക്കട്ടെ. അതിപ്പോൾ നടക്കേണ്ട സമയമാണ്. എന്നാൽ 2027 ആയിക്കോട്ടെ, 27 കാലഘട്ടം വരുമ്പോൾ പെട്ടെന്ന് ആഗോളയുദ്ധം വരുന്നില്ല. എന്നാൽ പിന്നെ അന്നേരം ശേഖരം ഒന്നും സർപ്പത്തിൻ്റെ വിവേകമല്ല. മാനുഷിക ബുദ്ധിയിൽ സർപ്പവിവേകം ചേരണം. സൂക്ഷ്മ നിരീക്ഷണം, അതായത് ഗ്രഹിക്കാനുള്ള കഴിവ്, ഗ്രഹണശക്തി വേണം. ഗ്രഹണശക്തി വേണം, മനസ്സിലാക്കാനുള്ളതല്ല. ഏതു സംഭവവികാസങ്ങളെയും ലോകത്തിലുണ്ടാകുന്ന യുദ്ധങ്ങളെയും അല്ല പ്രശ്നങ്ങളെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ആത്മീയ തലത്തിലെ ബുദ്ധി ഉപയോഗിച്ച് അതിൻ്റെ ഭൗതിക തലത്തിലെ ജ്ഞാനത്തിൽ അതിനെ നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് അതിനെ നമ്മൾ നിഗൂഢമാക്കി ഗ്രഹിക്കണം. ഇപ്പോൾ നമ്മൾ അറിയാം ആഗോള യുദ്ധം. അപ്പം നമ്മളെല്ലാവരും പറയുക അത് യുദ്ധമല്ല, പെട്ടെന്ന് തീരും, നാളെ അടുത്ത വിമാന സർവീസ് തുടങ്ങും. അല്ല, യുഗത്തിൻ്റെ അന്ത്യത്തിലാണ് നമ്മളുള്ളത്. 2033 എന്ന സംഖ്യ യുഗാന്ത്യമാണ് എന്നതുപോലെ അതുകൊണ്ട് ആ പശ്ചാത്തലത്തിന് മുമ്പുള്ള യുദ്ധങ്ങൾ നിൽക്കുന്ന അല്ലെങ്കിൽ സമാപിക്കുന്ന യുദ്ധങ്ങളല്ല, അത് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. ഇനിയിപ്പോൾ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യം വന്നാൽ ആരെങ്കിലും, അല്ലെങ്കിൽ ഇസ്രായേൽക്കാർക്ക് എങ്ങോട്ട് നോക്കാനൊന്നുമില്ല. അവർക്കാരെയും പേടിയുമില്ല, കാരണം അവർക്കൊന്നും ഭയപ്പെടാനുമില്ല. കാരണം വെച്ചാൽ അവരുടെ രാഷ്ട്രം ചെറിയ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ, അവിടുത്തെ ജനങ്ങളടുത്ത സംവിധാനങ്ങളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതല ഉത്തരവാദിത്വമായതുകൊണ്ട് അവരാരെയും ഭയപ്പെടുകയില്ല, ഒരിടത്തും വരെ നോക്കില്ല. അവർ ചിലപ്പം ഏത് നിമിഷവും അണുബോംബുകളെടുത്ത് എതിർ രാഷ്ട്രങ്ങളിലേക്ക് ഉപയോഗിച്ചിരിക്കും. അവർക്ക് തിരിച്ചു വന്നില്ലെന്നും അവർക്ക് ഭയം അവർക്കില്ല. അതിനാൽ തന്നെ അവരെന്തും സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ലോകത്തുണ്ടാവും, പ്രതിഫലനം ഉണ്ടാവും. അത് വീണ്ടും വലിയ ആഗോള യുദ്ധത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പോകും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബുദ്ധിപൂർവ്വം ആത്മീയ തലത്തിലെ ബുദ്ധി ഉപയോഗിച്ച് ഭൗതിക തലത്തെ ഗ്രഹിക്കാൻ സാധിക്കണം. ഭൗതിക തലത്തിലെ ബുദ്ധി ഉപയോഗിച്ച് ആത്മീയതയും ഗ്രഹിക്കാൻ സാധിക്കണം. രണ്ടും ഈക്വലൈസ് ആയിട്ട് നമ്മൾ ഗ്രഹിക്കണം. ഒന്ന് മനസ്സിലാക്കുകയും മറ്റൊന്ന് ഗ്രഹിക്കുകയും ചെയ്യണം. ഗ്രഹണശക്തി വേണം. നിങ്ങളും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ ഈശോ ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും ചോദിക്കുന്നുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഗ്രഹിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു കാര്യത്തെ പൂർണ്ണമായും ബോധ്യമാകുന്നതാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ അല്പം ആഹാര സാധനങ്ങൾ മേടിച്ച് വെക്കുക. നമ്മുടെ കറണ്ടുകൾ നിന്ന് പോകും. മെഴുകുതിരികൾ നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കണം. കറണ്ട് നിന്ന് പോകുന്ന മെഴുകുതിരി നമുക്ക് ആവശ്യമായിട്ട് വരും. അത് കത്തിക്കാൻ ലാമ്പ് ചിലപ്പോൾ തെളിഞ്ഞെന്ന് വരികയില്ല. അതിന് തീപ്പെട്ടി മേടിച്ച് വെക്കണം. തീപ്പെട്ടി മേടിച്ച് പൊതിഞ്ഞ് തണുക്കാതെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കണം. പിന്നെ കുറച്ച് ടാർപോളിൻ, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും, ടാർപോളിൻ മേടിച്ച് വെച്ചിരിക്കണം. വാട്ടർ ടാങ്ക്, ഒരു 500 ലിറ്ററിൻ്റെയോ 1000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് വീടിൻ്റെ മുറ്റത്ത് ഏതെങ്കിലും മൂലയ്ക്ക് വാങ്ങി വെച്ച് ശേഖരിച്ച് പെട്ടെന്ന് കുറച്ച് വെള്ളം പിടിച്ച് വെക്കാനും ആവശ്യമായിട്ട് വരും. അത് ആവശ്യമുള്ള നേറ്റ് വസ്ത്രങ്ങൾ, ചെരുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉടൻ തന്നെ മേടിച്ച് നമ്മുടെ ആവശ്യാനുസരണം അടുത്ത 7 വർഷക്കാലത്തേക്ക് ജീവിക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ 7 വർഷത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെന്നല്ല, മറ്റേ ഇത്തരങ്ങളെ ഭൗതിക വസ്തുക്കൾ സ്ഥിരമായിട്ട് ചെരുപ്പ് ഉപയോഗിക്കുന്നവർക്ക് ചെരുപ്പില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അടുത്ത 7 വർഷം ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 5 വർഷം ഉപയോഗിക്കണം, 4 വർഷം ഉപയോഗിക്കണമെങ്കിൽ, കാരണം 2027-28 കാലഘട്ടം വന്നാൽ ഒന്നും വാങ്ങാൻ പറ്റുകയില്ല. അതിലുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും.
അപ്പോൾ ഇതെല്ലാം നമ്മൾ കരുതലായിട്ട് ബുദ്ധിപൂർവ്വം, അതാണ് സർപ്പത്തിൻ്റെ ഉപയോഗം നമുക്കുണ്ട്. കരുതൽ ബുദ്ധി വേണം, കരുതൽ ബുദ്ധി. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ആത്മീയജ്ഞാനം. ആത്മജ്ഞാനം. ഇന്നലെ ഞാൻ പറഞ്ഞു, ഈസ്റ്റർ എന്ന സംഭവത്തെ നാം എങ്ങനെ കാണണം? സ്വർണത്തെപ്പോലെ, മീറയെപ്പോലെ, കുന്തിരികത്തെപ്പോലെ അക്ഷയമായ, നശിക്കാത്ത ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെ നാം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കൊരു അക്ഷയത്വമുണ്ട് എന്ന് ഗ്രഹിക്കുക എന്നുള്ളത് അടിസ്ഥാനം. നാം എല്ലാം മരിക്കുമെന്ന് എല്ലാവരുടെയും ചിന്ത, പക്ഷെ മരണമല്ല. അത് 1 തെസ്സലോനി 5:21 കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യാമത്തിൽ അങ്ങനല്ല, അപ്പോൾ നമ്മൾ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഖലയിൽ സംഭവിക്കപ്പെടുന്നതാണ്. അതിന് മറ്റു ഭാഷകൾ റാപ്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവിക്കപ്പെടുകൽ എന്ന് പറഞ്ഞാൽ, ആ സംഭവിക്കപ്പെടുകൽ എന്ന വാക്കിൻ്റെ ശരിയായ ആത്മജ്ഞാന അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനാർത്ഥം ഞാൻ നൽകുന്നത്, സഭ നൽകുന്നു, അച്ഛന്മാർ നൽകുന്നു, എനിക്ക് ബാധകമല്ല. എനിക്ക് പരിശുദ്ധാത്മ, എന്നെ എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന അതിന് കൂടെ ജ്ഞാനത്തിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് മരണം കൂടാതെ എടുക്കപ്പെടൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സംവഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് പോവുക, മേലോട്ട് വലിഞ്ഞ് കയറി മേലേക്ക് പെട്ടെന്ന് കയറി പോവുക. നമ്മൾ മരിച്ചിട്ടില്ല, നമ്മുടെ ശരീരത്തോടുകൂടി എടുക്കപ്പെടുകയാണ്. ആ എടുക്കപ്പെടുന്ന സമയത്ത് ഒരു സംഭവം പ്രോസസ്സിങ് നടക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് മരണം കൂടാതെ എടുക്കപ്പെടുക അഥവാ സംഭവിക്കപ്പെടുക. അപ്പോൾ നമ്മളെ വിശേഷിക്കുന്നവർ കർത്താവിനെതിരേൽക്കാൻ വാനമേഖല സംഭവിക്കപ്പെടും. അപ്പോൾ എപ്പോഴാണ് വിശേഷിക്കുക? ഈ യേശു ക്രിസ്തു വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ പശ്ചാത്തലം 2034 ഫെബ്രുവരി 15 സംഭവിക്കുക. 2023 യുഗാന്ത്യമാണ്. അതിനുശേഷം 45 ദിവസം കഴിഞ്ഞാൽ ഈ ലോകാവസ്ഥയുടെ അവസാനം യേശു ക്രിസ്തുവിൻ്റെ വരവും ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ കേൾക്കണമെങ്കിൽ എൻ്റെ ധ്യാനത്തിൽ വരിക പ്രിയപ്പെട്ടവരെ. അതുപോലെ മറ്റൊന്ന്, നാളെ മുതൽ എൻ്റെ ഭവനത്തിൽ ധ്യാനം ആരംഭിക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ളവർക്ക് നാളത്തെ എൻ്റെ ക്ലാസ്സിൽ സംബന്ധിക്കാൻ സൗകര്യമുണ്ട്. നാളെ രാവിലെ പുറപ്പെട്ട് വൈകിട്ട് എത്തുകയോ, നാളെ വൈകിട്ട് പുറപ്പെട്ട് നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ എത്തുകയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശക്തമായ ഈ പശ്ചാത്തലത്തെ, ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുക. സുവിശേഷ അടിസ്ഥാനത്തിലുള്ള യേശുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വരാനും പോകാനുള്ള അല്പം സംവിധാനം ലോകത്തുണ്ട്. അതൊരു 3 മാസം 4 മാസം കഴിഞ്ഞാൽ വാഹന ഗതാഗതങ്ങളിൽ മാറ്റം വരും, വ്യത്യാസം വരും. അതുകൊണ്ട് താല്പര്യമുള്ളവർ വരിക. നിങ്ങൾക്ക് വെള്ളി, ശനി, ഞായർ വേണമെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങൾ 3 ദിവസത്തെ ധ്യാന ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം പിന്നെയുള്ളത് ഏപ്രിൽ മാസം 5-ാം തീയതി ഈസ്റ്ററാണ്. പിന്നെ അതിനുശേഷം 6-ാം തീയതി എൻ്റെ ഭവനത്തിൽ വീണ്ടും ധ്യാനം നടക്കുന്നുണ്ട്. ഏപ്രിൽ 6, 7, 8 തീയതികളിൽ എൻ്റെ ഭവനത്തിൽ ധ്യാനം നടക്കുന്നുണ്ട്. ഞാൻ ഈ വെള്ളി, ശനി, ഞായർ 26, 27, 28 തീയതികളിലെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ്. താല്പര്യമുള്ളവർക്ക് ഈ വെള്ളി, ശനി, ഞായറിൽ എൻ്റെ ഭവനത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നല്ല ഒരുക്ക ധ്യാന ക്ലാസ് കിട്ടും. ഇന്ന് ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള ക്ലാസ്സുകളുടെ ത്രിതല ജ്ഞാന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. വരുന്നവർക്ക് ഫീസ് വേണ്ട, അതിൻ്റെ പൈസ നിങ്ങളാരും തരണ്ട. താല്പര്യമുള്ളവർ വന്നാൽ മതി. അവർക്ക് ഫ്രീ ആയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരുക്ക ജ്ഞാന ധ്യാന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിശക്തമായ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ കൂടി നിങ്ങളുടെ ആത്മാവിൻ്റെ രൂപാന്തരണത്തിന് യോജ്യമാക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ വരാൻ താല്പര്യം വന്നാൽ മതി. ഫീസൊന്നും തരേണ്ട ആവശ്യമില്ല. ധ്യാനം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. വെള്ളി, ശനി, ഞായർ എന്ന കണക്കൂട്ടിൽ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെയെങ്കിലും എത്തുക, വ്യാഴാഴ്ച പോയിട്ട് പുറപ്പെടുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യുക. മറ്റൊന്ന്, ഈ ഏപ്രിൽ മാസം 5-ാം തീയതി ഈസ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെയാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ വീണ്ടും ധ്യാനം, എൻ്റെ ഭവനത്തിൽ വീണ്ടും ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാ പശ്ചാത്തലവും നിങ്ങൾക്കായിട്ട് വരുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും, ധ്യാനം ഫ്രീ ആയിട്ട് തരും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് കൂടിക്കൊള്ളുക. ഏത് നിമിഷവും ലോകം നിശ്ചലമാകും. വാർത്താവിനിമയ സംവിധാനങ്ങൾ നിശ്ചലമാകും. ഗതാഗതം നിശ്ചലമാകും. ഭക്ഷ്യമാർക്കറ്റുകൾ നിശ്ചലമാകും. മനസ്സിലാക്കുക, ഗ്രഹിക്കുക. താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കുക. ഇത് സംഭവിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആരും ഫോണിൽ വിളിച്ചിട്ട്, ഇപ്പോഴും പലരും ഫോൺ വിളിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്. 6 മാസം മുമ്പ് വരെ ഞാൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതാണ്. നിങ്ങൾ ഇപ്പോൾ അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഈ കാലഘട്ടം 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസം കാലഘട്ടം വരുമ്പോഴേക്കും ആഗോള യുദ്ധം തുടങ്ങും. അത് കൂടി വരും. അതുകൊണ്ട് നിങ്ങളെ ജോലി സ്ഥലങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ലീവിൽ വരികയോ അല്ലെങ്കിൽ രാജിവെച്ച് വരികയോ ഒക്കെ ചെയ്ത് നിങ്ങൾ ഭവനത്തിലേക്ക് വരിക. ഇതൊക്കെ മുൻ സൂചനകൾ തന്ന് ക്ലാസ് തന്നാണ്. പക്ഷേ ആർക്കും അതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഒരു നിസ്സാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അത് ഇപ്പോൾ ധാരാളം പേര് വിളിച്ച് ചോദിക്കണം, ഇനി ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലേക്ക് വരണമോ, ജോലി രാജിവെക്കണമോ, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്.
ഇങ്ങനൊരു ചോദ്യത്തിന് ഇനി ഉത്തരം തരുന്നതായിരിക്കുകയില്ല, ഇനി ഉത്തരം തരികയില്ല. കാരണം വെച്ചാൽ ഈ ക്ലാസ്സിൽ കൂടെ നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്ന ഗ്രഹിക്കുക, കേൾക്കാൻ പറ്റുന്ന കേൾക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരാളുടെ ശരീരം യേശുക്രിസ്തുവിന് വേണ്ടി തീരെഴുതപ്പെട്ടതാണോ? ഒരാളുടെ ശരീരം യേശുക്രിസ്തുവിൻ്റെ വരവിൽ അവനോടുകൂടി ഒരാളുടെ ശരീരം ഈസ്റ്റർ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോലെ നമുക്ക് നമ്മുടെ ആത്മീയ തലത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. ഒരാളുടെ ശരീരം എങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന അറിയാനുള്ള 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു ഉദാഹരണം ഇങ്ങനെ പറയാം. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയകൾ, അതായത് മൊബൈൽ ഫോണ്, ടെലിവിഷൻ, പത്രങ്ങൾ, മാസികകൾ എന്നിങ്ങനെയുള്ള ലാപ്ടോപ്പുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പലുകൾ, കൊടിക്കൂറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മളൊരു നിശ്ചിത അകലത്തേക്ക് ആദ്യം മാറ്റി വയ്ക്കുക. 1, പ്രത്യേകിച്ച് നമ്മളൊരു ഉപയോഗത്തെ ക്രമീകരിക്കുക. 2, അത്യാവശ്യമാണെങ്കിൽ മാത്രം അത്യാവശ്യം ഉപയോഗിച്ചിട്ട് മാറ്റി വയ്ക്കുക. അതൊരു 2-3 മാസം അങ്ങനെ മുന്നോട്ട് പോകട്ടെ. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഇത് എന്നേക്കുമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആത്മാവിൽ നിന്നും പിഴുത് ദൂരെ എറിയണം. അപ്പോൾ അതിനോട് കാണാനുള്ള ആഗ്രഹം നമ്മളിത് നഷ്ടപ്പെട്ടാൽ, അതിനെ ഉപയോഗിക്കാനുള്ള താല്പര്യം നമ്മൾ നഷ്ടപ്പെടുത്തിയെടുത്താൽ, അതിനെ വേണ്ടാന്ന് വയ്ക്കാനുള്ള സന്മനസ്സും ശക്തിയും ധീരതയും നമ്മളിൽ ഉണ്ടെങ്കിൽ നാം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് താതാത്മ്യമുള്ള ശരീരമാണ്. ഉദാഹരണം പറഞ്ഞപ്പോൾ ഇത് തന്നെ, മൊബൈൽ ഫോൺ തന്നെ, അല്ലെങ്കിൽ പതിവായിട്ട് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. അത് അച്ഛന്മാരോ മെത്രാന്മാരോ കന്യാസ്മാരോ ആരെങ്കിലുമൊക്കെ ആകട്ടെ, നമ്മുടെ ദമ്പതികൾ ആരും ആയിക്കോട്ടെ, അവരിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് താതാത്മ്യപ്പെടുകയും ഉയർപ്പിനായി യേശുക്രിസ്തുവിന് കൂടി ഉയർപ്പിക്കപ്പെടാൻ യോഗ്യത നേടി എൻ്റെ ശരീരമാണെന്ന് ഞാൻ സ്വയം തീരുമാനിക്കുകയും ചെയ്താൽ, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരം വസ്തുക്കളെ നാം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു ആത്മീയ ചങ്കൂറ്റം നമുക്കുണ്ടാവണം. അങ്ങനെ ഇതിനെ മാറ്റി നിർത്തിയാൽ, ഉപേക്ഷിക്കപ്പെട്ടാൽ, ആ ശരീരം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് യോഗ്യമായതാണ്, യോഗ്യതയുള്ള ശരീരമാണ്. രണ്ടാമത്തെ ഒരു ആത്മീയ അനുഭവം പറയാം. ഈ ആത്മീയ അനുഭവം പറയുമ്പോൾ, ഈ ആത്മീയ തലത്തിലേക്ക് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം വസ്തുക്കളൊന്നും ഒരു താല്പര്യമോ ഇഷ്ടമോ ഇല്ല. ഈ ലോകത്തിലേക്ക് നോക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥ. ഒരാൾ സിനിമ കാണാൻ ഫ്രീ ആയിട്ട് വിളിക്കാൻ, കാറെ വന്ന് കയറിയിരുന്നാൽ മതി, കൂട്ടുകൂടാനാ ഒന്ന് വന്നാൽ മതി പറഞ്ഞാലും നമുക്ക് സിനിമയോട് താല്പര്യം പോരുന്നേ ഇല്ല സഹോദര, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ വരുന്നില്ല. ഇനി മദ്യം കഴിക്കാൻ വിളിച്ചാൽ അയ്യോ അതെനിക്ക് വേണ്ട, എന്നോട് എന്തോ ഒരു താല്പര്യമേ ഇല്ല. ഇനി അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ മൊബൈൽ മേടിച്ചിട്ടാൾ തരുക, ഇത് ഐഫോണാണ്, ഇത് മേടിച്ചു, നിങ്ങൾ ഫ്രീ ആയിട്ട് അയ്യോ പൊടി ചേട്ടാ എനിക്ക് വേണ്ടി, അയ്യോ എനിക്ക് യാതൊരു താല്പര്യം, എനിക്ക് വേണ്ട അവസാനം വേണം. ഈ ലോകത്തോട് താതാത്മ്യപ്പെടുവാനോ, ഈ ലോകത്തോട് ഇഷ്ടം കൂടാനോ, ഈ ലോകത്തിലെ ആ വസ്തുക്കളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുവാനോ, അതിന് സൗന്ദര്യമോ കളറോ ഡിസൈനോ ചലനമോ കാണാൻ നമ്മളിൽ നിന്നുള്ള ഇഷ്ടം നമ്മളിൽ നിന്ന് പോയെങ്കിൽ, നമ്മൾ വെറുത്തുപേക്ഷിച്ചെങ്കിൽ, അതിനോട് ഒരു താല്പര്യമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സും ശരീരം ആത്മാവും രൂപപ്പെട്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തിയുടെ ആത്മാവും മനസ്സും ശരീരവും യേശുവിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ്. അത് ഉയർപ്പിക്കാൻ വേണ്ടി യേശുവിൻ്റെ ആത്മാവ് വരുമ്പോൾ പ്രത്യാമൃത്തി അവനെ എടുത്തുകൊണ്ട് പോകും. അവർക്ക് മരണമില്ല, അവർ നിദ്രഭാവിക്കും, അവരുടെ ശരീരം അങ്ങനെ പെട്ടെന്ന് അഴുകിപ്പോവുകയില്ല. അതൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ. ഇനി മറ്റൊന്ന്, അതിൻ്റെ മൂന്നാമത്തെ തലം പറയാം. മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ, നമുക്ക് വേദനിക്കുന്നവരിലേക്ക് ഒരു പ്രത്യേക കണ്ണ്. സാമ്പത്തിക ശേഷി കുറഞ്ഞവർ, രോഗാവസ്ഥയിലുള്ളവർ, കുടുംബക്കലഹമുള്ളവർ, അവിവാഹിതർ, ഡൈവോഴ്സ് ചെയ്തവർ, ലിവിങ് ടുഗദർ ചെയ്യുന്നവർ, മദ്യപാനികൾ, അങ്ങനെ പ്രശ്നങ്ങളുള്ള ഭവനങ്ങളെ കണ്ടെത്താനും, അങ്ങനെ കണ്ടെത്തി അവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു നന്മ ചെയ്യാൻ. ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കും കൊടുക്കാനുണ്ടായിരിക്കുക, അത്രേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ 100 രൂപയുടെ പ്രാധാന്യം യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് നമ്മൾ വളരെ രഹസ്യമായിട്ട് കൊണ്ട് ആ ഭവനത്തിൽ കൊടുക്കുക. അവർക്കൊരു 10 കിലോ അരി ആണെങ്കിൽ അരി മേടിച്ചു കൊടുക്കുക. ഒരാഴ്ചത്തെ പച്ചക്കറി മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറി മേടിച്ചു കൊടുക്കുക. അവരിൽ കുടുംബക്കാലുള്ള ഒരാളെ കണ്ടെത്തി അവരോട് സംസാരിച്ച് അവൻ്റെ ഒരു ധ്യാനത്തിൽ കൊണ്ടുപോയി ആ പൈസ നമ്മൾ ഇട്ട ധ്യാനത്തിൽ കൊണ്ടുപോയി അവൻ്റെ കുടുംബക്കലഹം അവിടെ നിർത്തിക്കുക. അപ്പോൾ അവൻ്റെ ദുരാത്മാവ് വിട്ടുപോയി കഴിയുമ്പോൾ അവൻ്റെ കുടുംബം രക്ഷപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുന്നവരെ അവർ തമ്മിൽ കണ്ടെത്തുക, തമ്മിൽ പരസ്പരം കണ്ട് സംസാരിച്ച് അവർ ആരെങ്കിലും ഒരാളെങ്കിലും ധ്യാനത്തിൽ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അത് ക്രമേണ അവിടെ യോഹന്നാൻ 17:10 വരും, കർത്താവേ അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്ന എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി രൂപാന്തരം സംഭവിക്കുകയും അവിടെ ഫലം ചൂടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ 3 തലത്തിൽ ഒരു വ്യക്തിയുടെ ശരീരം രൂപാന്തരപ്പെട്ടെങ്കിൽ അതിനാണ് രൂപാന്തരം എന്ന് പറയുക. ആത്മീയതലത്തിലും മാനസികതലത്തിലും. പിന്നെ അവൻ ഈ ലോകത്തിലേക്ക് നോക്കുന്നില്ല. അവൻ്റെ ജഡം, അവൻ്റെ ശരീരത്തിലെ ആ ഇമോഷനുകളെ, ശരീരത്തിലെ ആഗ്രഹങ്ങളെ, ദുർവാസനകളെ അവൻ ചവിട്ടി മെതിച്ച് നശിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്കും പരിത്യാഗ പ്രവൃത്തികൾക്കും ഉപവാസനും പ്രാർത്ഥനയ്ക്കും നന്മ പ്രവൃത്തിക്കും മാത്രമായിട്ട്
തൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭാരം നഷ്ടപ്പെട്ട ഒരവസ്ഥ വരും. നമ്മുടെ ശരീരത്തിന് ഒരു കിണ്ടൽ തൂക്കമുണ്ടെങ്കിലും നമ്മുടെ ശരീരം വളരെ ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടാൻ നമുക്ക് തുടങ്ങും. അപ്പോൾ നമുക്കറിയാം നമ്മളിലെ ഭൗതിക തലം നഷ്ടപ്പെടുകയും ആത്മീയ തലം വർദ്ധിച്ച് വരികയും ചെയ്യും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മൾ ഉണ്ടാവുകയും ആ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ഈ ലോകത്തിലെ ഒരു സമ്പൽ സമൃദ്ധിയിലേക്കും ഒരു നന്മയിലേക്കും നമ്മൾ ഊഴ്ന്നു നോക്കുകയില്ല. ജർമ്മൻ ഭാഷ പഠിച്ചാൽ അങ്ങോട്ട് കയറി രക്ഷപ്പെട്ടാൽ ആഹാ എന്തൊരു സംഭവമായിരിക്കും, ലക്ഷക്കണക്കിന്. നമുക്കങ്ങനെ തോന്നുകയില്ല. ഒരു ജർമ്മൻ ഭാഷയും വേണ്ട, എൻ്റെ മക്കളെ നിങ്ങൾ എങ്ങോട്ടും പോകാൻ നിൽക്കണ്ട, കപ്പയും വേവിച്ച് ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ നട്ടുപിടിപ്പിച്ച് 5, 6, 7, 8 കൊല്ലം കൂടെ ഇവിടെ ഇങ്ങനെ തക്കാലം തങ്ങി നിന്നാൽ മതി, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരും, നമ്മളെ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു കൊടുത്ത് വിശ്വസിപ്പിക്കുമ്പം അവർ പറയും അപ്പനൊന്നെങ്കിൽ വട്ടാണ് ഭ്രാന്തെന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്തിട്ട് അവരായി പറഞ്ഞവർ തന്നെ വട്ടും ഭ്രാന്തുവാണെന്ന് പറഞ്ഞവർ തന്നെ അയ്യോ ചേട്ടാ ഞങ്ങൾ പറഞ്ഞു പോയി ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾക്കല്ലായിരുന്നു ഭ്രാന്ത്, ഞങ്ങൾക്കായിരുന്നു ഭ്രാന്ത്. കാരണം ഇപ്പം ഞങ്ങൾ വിമാന സർവീസിൽ വിമാനം നോക്കി വിമാനത്താവളത്തിൽ നിന്നിട്ട് 4 ദിവസം ഞങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല, അവർ വിസയെല്ലാം ക്യാൻസൽ ചെയ്യുന്നു പറയുന്ന അവസ്ഥ വരുമ്പോൾ അവർക്ക് ബോധ്യങ്ങളിലേക്ക് വരും. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ബോധ്യം വരുന്നുണ്ട്, പല കാര്യങ്ങളും ബോധ്യം വരുന്നത്. എന്നതുപോലെ ഇത് മൊത്തം ബോധ്യം വരുന്നൊരു കാലം വരും. പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് നല്ല വെളിവും കൂടെ വെക്കും. സഭയ്ക്കാണല്ലോ വെളിവില്ലാത്തത്, സഭയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടാണല്ലോ ഈ ദുരന്തങ്ങളെല്ലാം സഭയിലേക്ക് കുടുംബത്തിലേക്കും വരുന്നു. അപ്പോൾ അത് അവർക്ക് നല്ല വെളിവ് വെക്കും, അപ്പോൾ കുറേ ബോധ്യം വരും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു പുരോഹിതന്മാർ ഭൂമുഖത്തിന് ബലിപീഠത്തിന് മധ്യേ കരഞ്ഞുകൊണ്ടെന്ന് പ്രാർത്ഥിക്കട്ടെ, പുരോഗമനത്തെ കണ്ട് നഷ്ടപ്പെട്ട മഹത്വ ചോർത്ത് പൊട്ടിക്കരയുന്ന സമയം വരുന്നു. കർത്താവ് ഓസിയ പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ വരികയാണ്. ഇങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ ക്ലാസ്സിനെ പിന്തുടർച്ചയായിട്ട് പറയാം. അതായത് ക്രിസ്മസ് എന്ന അവസ്ഥയിലെ 3 വസ്തുക്കളെ നമ്മൾ കണ്ടതുപോലെ ഈസ്റ്റർ എന്ന ആ ഉയർപ്പ് തിരുനാളിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ കാണുമ്പോൾ ആ 3 വസ്തുക്കൾ നശിക്കാത്ത വസ്തുക്കളായിട്ട് രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ ശരീരത്തിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആത്മീയ തലത്തിൻ്റെ റിഫ്ലക്ഷനുകൾ അതോ പ്രതിഫലനങ്ങൾ അല്ല ആത്മീയ അനുഭവങ്ങളാണ് ഞാനിപ്പോൾ. ഭാരം നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നാം, നമുക്ക് ഇടയ്ക്ക് പറക്കണമെന്ന് തോന്നും, നമുക്കൊരു ആത്മീയ ഒരു നിഗൂഢ ആനന്ദം നമ്മളിൽ നിറയും. നമ്മുടെ ആത്മാവിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും, വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വലിയ പ്രശ്നങ്ങൾ നടക്കായിരിക്കും നമ്മൾ നിൽക്കുന്നത്. കുടുംബത്തിൽ വലിയ പ്രശ്നമായിരിക്കാം, ഇടവ് പ്രശ്നമായിരിക്കാം, വ്യക്തിജീവിതത്തിൽ പ്രശ്നമായിരിക്കാം, അയൽപക്കത്ത് പ്രശ്നമായിരിക്കാം, വലിയ തിന്മയുടെയും വേദനയുടെയും ആകൃതിയുടെയും സാമ്പത്തിക ക്ലേശത്തിൻ്റെയും നടുക്ക് നിൽക്കുമ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതൊക്കെ താൽക്കാലികമാണ്, അല്ലെങ്കിൽ യേശു വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുള്ളൂ, അതുവരെ അത്യാവശ്യം ഒന്ന് സഹിച്ചു നിന്നാൽ മതി എന്നുള്ളൊരു നിഗൂഢ ആത്മജ്ഞാനം നമ്മളെ നിക്ഷിപ്തമായി. അതുകൊണ്ട് തന്നെ നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ പ്രത്യേകത. അങ്ങനെ ആത്മാവിൻ്റെ ജ്ഞാനം, ആത്മജ്ഞാനം, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മളെ തകർക്കുവാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. കാരണം പ്രൊട്ടക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൂതന്മാരും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് ചുറ്റും കാവലായി നിൽക്കും. ഒരുവിധ അസ്വസ്ഥത നമ്മൾ തൊടുകയില്ല. അതുകൊണ്ടാണ് ഏശയ്യാ 57 പറഞ്ഞുണ്ട്, നീതിമാൻ വിനാശത്തിലെടുക്കപ്പെടും, അവൻ സന്മാർഗനിരതനായി തൻ്റെ കിടക്കിൽ വിശ്രമരുളും. ഭാർഗവനെ വിഗ്രഹങ്ങളില്ലാത്തൊരുത്തമൻ, അവൻ നീതിമാൻ, അവൻ എന്നേക്കും ജീവിക്കും. വെളിപാട് 3:10 സകല ഉപവാസിലെയും പരിശോധിക്കാൻ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന പരീക്ഷണ സമയത്ത് നിന്നെ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. എല്ലാം വചന രൂപത്തിൽ, അതിൻ്റെ ഒരു വ്യാഖ്യാന തല രൂപത്തിലാണ് നിങ്ങളുടെ സംസാരം. ഇതെല്ലാം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നമുക്ക് അനുഭവിക്കാം. നമുക്ക് ദാർശനികത ലഭിക്കാൻ തുടങ്ങും. നമ്മൾ ഇങ്ങനെ ഒരു ആത്മതലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ, നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവോട് സംസാരിക്കണം. അതിന് ദർശനപരം, ദാർശനികത എന്നൊക്കെ പറയും. അതിന് മറ്റൊരു ഭാഷ, എൻ്റെ ഭാഷ പറഞ്ഞാൽ അതീന്ദ്രിയ ജ്ഞാനം എന്ന് ഞാനും പറയും. നമുക്കൊരു വിദ്യാഭ്യാസമോ ഒരു സമ്പത്തോ ഒന്നും വേണ്ട, വെറും നിസ്സാരനും ശൂന്യനുമായ ചില മനുഷ്യർ കൂടെ കർത്താവ് തൻ്റെ ദർശനത്തെ നൽകിക്കൊണ്ട് ഇനി സംഭവിക്കാനിരിക്കുന്ന എന്താണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പഠിപ്പിക്കുകയും കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമാണ് ഈ തലത്തിലേക്ക് വന്നത്. ഇപ്പം മദ്യപാനികളായിട്ടുള്ള മനുഷ്യർ ഇടയ്ക്ക് മദ്യം കഴിക്കുന്ന അവസ്ഥയൊന്നും ഉള്ള രീതിയിൽ നിന്ന് എല്ലാം ഈ ലോകത്തിലെ അല്പം ആഹാരവും മറ്റു കാര്യങ്ങളും, അത്യാവശ്യം ചെറിയ വാഹനത്തിൽ പോകുന്നു വരുന്നു, ഒരു കുഞ്ഞു വാക്കിട്ടൊക്കെ പോലത്തെ ഒരു ചെറിയ മൊബൈൽ ഫോൺ എടുത്ത് അത്യാവശ്യം ഉപയോഗിക്കുക, ടച്ച് ഫോണെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് അത്യാവശ്യം വിളിക്കാൻ ഒരു ചെറിയ വാക്കിട്ടൊക്കെ ഒരു ചെറിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. അങ്ങനെ അത് മാത്രം അത്യാവശ്യം ഉപയോഗിക്കുന്നു, ബാക്കിയെല്ലാം ഉപേക്ഷിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ആ വരവിന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഒരു ഒരുക്കം നമ്മൾ നടക്കുന്നു. അതിൻ്റെ പരിണിതഫലം നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ആത്മീയതലത്തിൽ നമ്മൾ ഒത്തിരി ആത്മജ്ഞാനം കൊണ്ട് നിറയുന്നു. മറ്റു ഏതൊരു മനുഷ്യനും നമ്മളെ തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റാത്ത വിധം
നമ്മൾ ആത്മജ്ഞാനം കൊണ്ട് നിറയും. ഏതൊരു മനുഷ്യനും ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നിരീശ്വരവാദിയോ അല്ലെങ്കിൽ തിയോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സഭാതലങ്ങളോ പ്രബോധനങ്ങളോ ഒക്കെ നമുക്കെതിരെ ഏത് വന്നാലും അതിലംഘിക്കുന്ന ആത്മജ്ഞാനം നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മ നിറയ്ക്കും. അതുകൊണ്ടാണ് എസ്തപ്പാനോസിനെ പറ്റി വായിക്കുമ്പോൾ അദ്ദേഹത്തോട് ആർക്കും തർക്കിച്ച് നേടാൻ പറ്റാത്ത വിധം ആത്മജ്ഞാനവും ശക്തിയും നിറഞ്ഞവനായി അവൻ കാണപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ അസൂയമൂത്ത് അവനെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. അപ്പോൾ നമ്മളെ ആർക്കും പറഞ്ഞ് തോപ്പിക്കാൻ പറ്റാത്ത ആത്മജ്ഞാനം നിറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടും ദൈവത്തിൻ്റെ ആത്മാവ് അത്രശക്തമാണ് പ്രവർത്തിക്കും. അതിൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്മസിൻ്റെ പോലെ തന്നെ ക്രിസ്മസിന് എടുക്കുന്ന നോമ്പ് അല്ലെങ്കിൽ ഈസ്റ്ററിന് എടുക്കുന്ന നോമ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതാന്തം മുഴുവൻ നോമ്പായിട്ട് മാറ്റണം. അല്ല 50 ദിവസമൊന്നും 25 ദിവസമൊന്നും കഴിഞ്ഞ് വെച്ചിട്ട് മദ്യപാനിയായി ഞാൻ 50 ദിവസം മദ്യപാനം നിർത്തി. 50 ദിവസം കഴിഞ്ഞപ്പോൾ നോമ്പ് വീടി കുറേ ഇറച്ചിയും എല്ലാം പുഴുകി തിന്നു വെച്ച് അന്ന് ഇഷ്ടംപോലെ അന്ന് നോമ്പ് വീടിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് മദ്യം കഴിച്ചു, ഇഷ്ടംപോലെ മദ്യം കഴിച്ചു. പിന്നെ അടുത്ത നോമ്പ് വരുന്ന വരെ ഞാൻ മദ്യപാനിയാണ്. ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ അടുത്ത നോമ്പ് വരുന്ന വരെ ഞാൻ എല്ലാ ദിവസവും സിനിമ കാണും. അടുത്ത നോമ്പ് വരുന്നവരെ പുക വലിക്കും. അടുത്ത നോമ്പ് വരുന്ന വരെ ഞാൻ എല്ലാം കാണും. അതും കാണും ഇതും കാണും. എൻ്റെ സൗകര്യം വലിക്കും. പിന്നെ അടുത്ത 50 ദിവസം ഞാൻ നോമ്പ് ഇതാ പോലെ എന്താ പ്രശ്നം? കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ അളിഞ്ഞ വിശ്വാസവും അളിഞ്ഞ സമ്പ്രദായവും ചീഞ്ഞ് പൊഴുത്ത നമ്മുടെ ഈ പഴയ ഈ അശുദ്ധി നിറഞ്ഞ ഈ മേഖലയെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ നമ്മുടെ ക്രിസ്മസ് ആഘോഷവും ഈസ്റ്റർ ആഘോഷവും എല്ലാം പുളിഞ്ഞു പോയി. വിശുദ്ധിയുടെ ABCD ഇല്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങളെ വലിച്ചു ദൂരെ എറിഞ്ഞ് ആത്മജ്ഞാനം കൊണ്ട് പടുത്തുയർത്തപ്പെട്ട സർവശക്തനായ യേശു ക്രിസ്തു തിരുവചനത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ആ ആത്മജ്ഞാനത്തിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ശേഖരിച്ചു വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ അഗ്നി എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുമ്പോൾ എന്നെ തോൽപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ മരണത്തിൽ വിട്ടുകൊടുക്കാനോ സർവശക്തനായ യേശു ക്രിസ്തു അനുവദിക്കുകയില്ല. നാം ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ മതി. ക്രിസ്തു നമ്മുടെ കരങ്ങളിൽ പിടിക്കും. ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരൻ, അതിനായി നമുക്ക് നമ്മുടെ ശക്തിയെ, ജ്ഞാനത്തെ, സമ്പത്തിനെ, പശ്ചാത്തലങ്ങളെ എടുത്തുപയോഗിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഈസ്റ്ററായിട്ട് ഒരുങ്ങാം. അതുപോലെ തന്നെ അടുത്ത വർഷം ഈസ്റ്റർ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് നോമ്പ് നിന്നാലും ഇല്ലെങ്കിലും ഈ ചൈതന്യം യേശു വരുന്നിടം വരെ നിൽക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് നമ്മെ ഒരു സമത്വം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.